Assalamualaikum. Welcome back to Salva's kitchen. ഇന്നിവിടെ രണ്ട് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്ന് നല്ല ഒരു പുറമെ ക്രിസ്പിയും സോഫ്റ്റും പഫി ആയിട്ടുള്ള പൂരിയും അതിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള പൊട്ടാറ്റോ ബജി മസാലയും കൂടിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മുടെ പൊട്ടാറ്റോ ബജി മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതവിടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടി ഞാൻ എന്താ പാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ചുഴറ്റി കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂണ് കടലപ്പരിപ്പ്. ഇനി ഇത് രണ്ടും കൂടെ ഈ വെളിച്ചെണ്ണയിൽ കടുകും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൊട്ടാറ്റോ ബജി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മസാലയിൽ ഇതിങ്ങനെ ബ്രൗൺ നിറായിട്ട് കിടക്കണം. അപ്പോഴാണ് നല്ല കാണാനും ഭംഗി, അതുപോലെ കഴിക്കാനും ടേസ്റ്റ്. ഇതാ ഇതുപോലെ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക്, 2 പച്ചമുളക് ഇവ ഇതുപോലെ കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, ഇതൊരു 1/2 ടീസ്പൂൺ വീതമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഓവർ ക്വാണ്ടിറ്റിയിൽ ചേർക്കരുത്, ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിനും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതും കൂടെ നമുക്കിതിൽ കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ബജി മസാലയാണ്. പൂരി അതിന് ശേഷം തയ്യാറാക്കിയാൽ മതി. പൂരി മസാലയാണ് ആദ്യം റെഡിയാക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും സവാളയും എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയ്ക്ക് ഇതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ പിടിക്കുക. സവാളയിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴറ്റി റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 വലിയ പൊട്ടാറ്റോ പുഴുങ്ങിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തൊലിയോട് കൂടി പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്. എന്നിട്ട് നല്ല ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തെടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം കൈക്കൊണ്ട് ഇതുപോലെ നമ്മൾ ചെറിയ പീസസ് ആയിട്ടാണ് ഉടച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്കിത് ഈ സവാളയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ പൊട്ടാറ്റോ സവാള എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് എല്ലാ വശത്തേക്കും പിടിക്കുക. സവാള അതേപോലെ പൊട്ടാറ്റോ പുഴുങ്ങിയത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ കുറച്ച് ലൂസ് ബാറ്റർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ബൗൾ ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് തിക്ക് മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നമുക്കിത് കിടന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് പൊഴിച്ച ഉടനെ തന്നെ ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പിടിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇതെല്ലാം ഇൻഗ്രീഡിയൻസും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബൗള് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കിത് എല്ലാതും ഈ കടലപ്പൊടിയുടെ വെള്ളവും നല്ല തിക്ക് മസാല ഇട്ടും കിട്ടും. ഇത് പൊട്ടാറ്റോ നമ്മളിതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പിടിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള പൊട്ടാറ്റോ ബജി മസാല കിട്ടുക. ഇനി ഒന്നിത് കിടന്ന് തിളപ്പിക്കണം. അതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പോരായ്മ ഉള്ളത് കൊണ്ട്.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു മസാല ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. ആദ്യം നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഈ പൊട്ടാറ്റോ ബജി മസാലയാണ് റെഡിയാക്കേണ്ടത്. അതിന് ശേഷം പൂരിയും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ഫ്ലേവറും ടേസ്റ്റുള്ളൊരു പൊട്ടാറ്റോ ബജി മസാലയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയും സിമ്പിളുമാണ്. ഇതുപോലെ. ഇനി നമുക്ക് പൂരിയാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കരിഞ്ജീരകമൊന്നും ആരും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ചെറിയ ജീരകം 1 ടീസ്പൂണ്. എല്ലാവരും പൂരി എന്നൊക്കെ പറയുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കഴിക്കൽ. ഇതൊരല്പം ഒരു വ്യത്യസ്ത രീതിയിലാണ്, പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരയില്ല, ഒരു 1/4 ഗ്ലാസ് റവ. ഈ റവ നമുക്കൊന്ന് വറുത്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പാന് ചൂടായതിന് ശേഷം ഓയിലോ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂരി നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം കൊണ്ടൊന്ന് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. റവ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ തന്നെ മതി. ഇതിലേക്ക് വേറെ മൈദപ്പൊടിൻ്റെ ആവശ്യമില്ല. നമ്മൾ റവ അതുപോലെ 2 കപ്പിന് ഒരു 1/4 ഗ്ലാസ് റവ എടുത്താൽ തന്നെ കറക്റ്റായിട്ട് നല്ല പഫി പൂരി നമുക്ക് കിട്ടും. ഇനി ഇതാ നമ്മുടെ വറുത്തെടുത്ത ഈ റവയും കൂടെ നമ്മുടെ മിക്സ് ചെയ്ത് വെക്കാനുള്ള പൊടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടി, റവ, കരിഞ്ജീരകം, ഉപ്പ്, ചെറിയ ജീരകം ഇതെല്ലാം കൂടി എല്ലാ വശത്തേക്കും മിക്സ് ചെയ്ത് എത്തണം. എന്നിട്ടാണ് നമുക്കിത് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നോർമൽ വാട്ടർ മതി, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. റവ വറുത്തെടുത്തും കൊണ്ട് ഇനി വെള്ളത്തിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നാക്കി ചപ്പാത്തിക്കോ അതിനൊക്കെ കുഴക്കണ പോലത്തെ നല്ലൊരു ഡഫാക്കി എടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നാക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ലൊരു ഡഫായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ചെറിയ ജീരകമൊക്കെ. ഞാൻ കയ്യിൽ കുറച്ച് ഇതുപോലെ ഓയിൽ തടവിയിട്ട് ഒന്നും കൂടെ ലാസ്റ്റായിട്ട് നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പഫി പൂരിയാണ് ഉണ്ടാക്കുന്നത്. വലിയ സൈസിൽ വേണ്ടവർക്ക് റോളർ ഉപയോഗിച്ചൊക്കെ പരത്തിയെടുക്കാം. ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പ്രസ് എടുത്തിട്ടുണ്ട്. അത് ടൈമറും ജസ്റ്റ് ഒന്ന് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഈ ബോളൊക്കെ കൈൻ്റെ ഉൾവശത്ത് വെച്ച് നന്നാക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതുപോലെ പ്രസ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? നല്ല റൗണ്ട് ഷേപ്പിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പൂരിക്കുള്ള റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ വീണ്ടും പ്രസ് ചെയ്തെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇനി വലിയ സൈസ് വേണ്ടവർക്ക് ഇത് നമ്മൾ റോളറൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലാണ് എല്ലാതും ഇതുപോലെ പരത്തിയെടുക്കുന്നത്. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഡഫ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൂരി നന്നായിട്ട് പഫിയായിട്ട് പൊങ്ങി വരുന്നുണ്ടല്ലോ. ഇനി നമുക്കിത് ഇതുപോലെ ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് പൂരി ഇട്ടാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കരിഞ്ജീരകമൊക്കെ ഇട്ടത് കൊണ്ട് പുറമേയൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ എണ്ണ തിളച്ചും കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഉൾവശമൊക്കെ നന്നായിട്ട് പഫായിട്ട് പൊങ്ങി വരും. കഴിക്കാനും വളരെ ടേസ്റ്റാണ്. പുറമേ ഒരു ചെറിയ ക്രിസ്പിനെസ്സും റവയൊക്കെ കൂട്ടിയും കൊണ്ട്
നല്ല ക്രിസ്പി ഉണ്ട്, എന്നാൽ കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണിത്. ഒട്ടും എണ്ണ പിടിക്കാണ്ട് നമുക്ക് കിട്ടും. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓയിൽ ഒഴിക്കണമെന്നേ ഉള്ളൂ, പിന്നെ നമുക്കത് ഉപയോഗിക്കാം. ഇതുപോലെ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ട്രൈനറിലെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കുക. ഇതുപോലെ കണ്ടില്ല, എല്ലാതും നല്ല ഒരേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മാവൊന്നും റെസ്റ്റ് ചെയ്തിട്ടില്ല, ചൂടുവെള്ളത്തിലല്ല നമ്മുടെ മാവ് റെഡിയാക്കിയത്. എന്നിട്ടും നല്ല സോഫ്റ്റും നല്ല പഫി ആയിട്ടുള്ള പൂരിനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ആദ്യം നമ്മുടെ പൊട്ടാറ്റോ ബജി മസാല റെഡിയാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ പൂരിയും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പൊട്ടാറ്റോ ബജി മസാലയും നമ്മുടെ പൂരിയും തയ്യാറാക്കിയത്. അതിൻ്റെ ഉൾവശം നോക്കൂ, പുറമേ ഒട്ടും എണ്ണമയൊന്നും ഇല്ല. ഉൾവശം കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആണ്. പുറമെ ജസ്റ്റ് ഒരു ക്രിസ്പിനെസ്സും ഉണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഈ മെത്തേഡിൽ നമ്മുടെ പൂരിയും പൊട്ടാറ്റോ ബജി മസാലയും തയ്യാറാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും. ഓക്കെ, അസ്സലാമു അലൈക്കും.